എടാ നീ ഇതെന്ത് ഭാവിച്ചാ? ഇതിപ്പോ എത്ര ദിവസമായി നീ ലീവ് എടുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ലോകത്ത് ബ്രേക്കപ്പ് കിട്ടണ ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ നീ. 4 മാസത്തെ റിലേഷൻഷിപ്പിന് 6 മാസം ഷോ അടിച്ചിരുന്നു. അത് മതി. 4 മാസത്തെ റിലേഷൻഷിപ്പ് ആരോട് ചോദിച്ചാൽ ഇതേ പറയാനുള്ളൂ. 4 മാസത്തെ റിലേഷൻഷിപ്പ് അല്ലേ ആയുള്ളൂ. വെറും 4 മാസം. എടോ, ഇന്ന് പരിചയപ്പെട്ട ഒരാൾ നാളെ കാണുമ്പോൾ പരിചയം കാണിച്ചില്ലെങ്കിൽ വിഷമം വരുന്ന മനസ്സാണ് നമ്മുടെയൊക്കെ. നമുക്ക് 4 മാസമൊക്കെ വലിയ കാലയളവാണ്. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. എടാ നീ പിരിഞ്ഞതിൽ ഇച്ചിരിയെങ്കിലും വിഷമമുള്ള ഒരു കൊച്ചിനെ ഓർത്തിട്ടാണ് നീ ഇരിക്കണമെങ്കിൽ ഓക്കെ. പക്ഷെ നീ പോയത് അവക്കൊരു വിഷയമല്ല. അവൾ അവിടെ അടിച്ചു പൊളിക്കുകയാടാ. അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സ്നേഹിച്ച ഒരാളുടെ ലൈഫിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അതായിക്കൊരു വിഷയമേ അല്ല എന്നറിയുന്നത് അതൊരിതാ. എടാ ഈ ഒരു ഇതൊക്കെ ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ളതാ. അത് വിട്. എടാ നീ ഇങ്ങനെ ഷോ കഴിച്ച് ഓഫീസിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ചിലവിനൊക്കെ എന്ത് ചെയ്യും? ചിലവിന് തൽക്കാലത്ത് ഞാൻ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കാൻ പോവാം. വാടകയ്ക്കോ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, എന്നോട് ചോദിച്ചാൽ മതി. കേട്ടല്ലോ? ഓൾറെഡി കൊടുത്തു, അഡ്വാൻസ് വാങ്ങിച്ച്. മിക്കവാറും ഇന്ന് വരും. ഒരു ലേഡിയാ, പേര് ആര്യ. അരിമോളെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടേ. 2-3 മാച്ചസും വന്നിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട ഈ ഡേറ്റിംഗ് ആപ്പ്. ഇനി അറിയാവുന്ന ആരെങ്കിലും കണ്ടിട്ട് മതി. ബ്രേക്കപ്പ് അവൻ കാത്തിരിക്കുമായിരുന്നു ഇങ്ങനത്തെ ആപ്പിലൊക്കെ കയറാന്ന് പറയാൻ. എടി, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ആനയാണ്. ആ ആന ഇടുന്ന കൊച്ചു പിണ്ടമാണ് ഈ ബ്രേക്കപ്പ്. അപ്പൊ ആനയുടെ മൂത്രോ? അത് നമ്മുടെ കണ്ണീര്. നീ ഈ ആപ്പിലുണ്ടെന്ന് ആരും അറിയാൻ പോണില്ല. നിന്റെ പേരോ ഫോട്ടോയോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് മാച്ച് ആവുമ്പോൾ സംസാരിക്കുക. നീ കംഫർട്ടബിൾ ആവുമ്പോൾ നീ ആരാന്ന് പറഞ്ഞാൽ മതി. നോക്കിയേ, നിനക്ക് വന്ന മാച്ചസ് ഒക്കെ തങ്കപ്പൻ, സഹദേവൻ, ചെല്ലപ്പൻ ഒക്കെ പയ്യന്മാരായിരിക്കും. നിന്റെ പ്രൊഫൈലിന്റെ പേര് കണ്ടോ? തങ്കമ്മ. എന്തോന്ന് കരിക്കത്? അതിന് വല്ല ഒന്നുമില്ല, തേങ്ങ. മോളെ മനസ്സിലായി. ഒരു പൊടിക്ക് അടങ്ങിക്കേ. ലോകത്ത് ബ്രേക്കപ്പ് ആവുന്ന ആദ്യത്തെ പെണ്ണൊന്നുമല്ല നീ. ഒരുത്തിനോടുള്ള ദേഷ്യം ചുമ്മാ നാട്ടുകാരോട് കാണിക്കാൻ നിൽക്കല്ലേ. ഞാൻ ആരോടൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. എനിക്കിപ്പോ വേണ്ടത് കുറച്ച് മനസമാധാനമാണ്. അതിനാണല്ലോ ഇപ്പൊ നീ കൊച്ചിയിലോട്ട് പോകുന്നത്. ഇവിടെ ആവുമ്പോൾ നിനക്ക് റോഡ് കണ്ട അവന്റെ ഓർമ്മ, പള്ളി കണ്ട അവന്റെ ഓർമ്മ, അമ്പലം കണ്ട അവന്റെ ഓർമ്മ. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, പ്രേമിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ നിൽക്കല്ലേന്ന്. ഫുൾ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ആയിരിക്കുന്നേ. അതുകൊണ്ട് 1 മാസം കൊച്ചിയിൽ പോയി നിൽക്കുക. വർക്ക് ഫ്രം ഹോമിന്റെ കാര്യമൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പോവുക, മൈൻഡ് ഓക്കെ ആക്കുക, വേഗം തിരിച്ചു വരിക. കേട്ടല്ലോ? ആര്യല്ലേ? വരൂ, മുകളിലെ റൂം. താനാണോ കാർത്തിക്? ആ അതെ. എടോ, താൻ OLX-ലിട്ടത് കൊച്ചിന്ന് നിസ്സാര ദൂരം എന്നല്ലേ? ഇതിപ്പോ കുറെ ഉണ്ടല്ലോ. അത് ആര്യ ആദ്യമായിട്ട് വരുന്നോണ്ട് തോന്നുമായിരിക്കും. ഓ, അപ്പൊ അതും എന്റെ കുഴപ്പാ? ആര്യ വരൂ, നമുക്ക് മുകളിലോട്ട് പോവാം. താൻ താഴത്തെ നിലയിലല്ലേ താമസിക്കുന്നേ? ആ, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകളിലേക്ക് പോകാൻ ഇതുവഴി അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലേ? ഇതുവഴി ഇല്ലെങ്കിൽ പുറത്തോടെ കയറ് കെട്ടി കയറ്റേണ്ടി വരും. മതിയോ? എടോ, ഇതുവഴി തനിക്ക് തോന്നിയ പോലെ കയറി വരാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രൈവസി ഉള്ളേ? ഇതൊക്കെ തൻ്റെ ആ ഫ്രണ്ട് എന്താ നീതുവോ ഗീതുവോ അതിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ള. തനിക്ക് വേണമെങ്കിൽ നിൽക്കി, ഇല്ലെങ്കിൽ പോവാൻ നോക്ക്. ഇതാണ് പറയുന്നത്, സ്വയം ചെയ്യേണ്ട കാര്യം സ്വയം തന്നെ ചെയ്യണമെന്ന്. ഈ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കാൻ ഇങ്ങനെ ഇരിക്കും. എടാ, എന്താ ആ തല വെച്ചൊക്കെ പോയിടുന്ന ഇത്? ഈ മുറ്റത്തുനിന്ന് എന്റെ മുറ്റത്ത് ഇരിക്കുന്ന റോസാപ്പൂ എന്റെ റോസാപ്പൂ, ഞാൻ നട്ടു നനയ്ക്കുന്ന റോസാപ്പൂ. അത് പറിക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഓ, എന്നാ പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടായിരുന്നോ?
പട്ടിയുണ്ട് സൂക്ഷിക്കാന്നൊക്കെ പറയുന്ന പോലെ പൂക്കൾ പറിക്കരുതെന്ന്. ആ, ഒരു ബോർഡ് ഉണ്ടായിരുന്നു പറിക്കരുതെന്ന്. പക്ഷെ കഴിഞ്ഞ മഴയത്തെ ആദ്യത്തെ 2 അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം മാഞ്ഞുപോയി. ഡേയ്, എന്തോന്ന് ഡൈ? മറ്റൊരാളുടെ സാധനം എടുക്കരുതെന്ന് ആരും ബോർഡ് നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു മര്യാദയാണ്. എനിക്ക് തന്നെ ഒരു മര്യാദയും വേണ്ട. എന്റെ അഡ്വാൻസിങ് തന്നേക്കും, ഞാൻ പൊക്കോളാം. ആ, താൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു മാസത്തിനിടയ്ക്ക് എപ്പോൾ താൻ പോയാലും അഡ്വാൻസ് തിരിച്ചു തരത്തില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഫുഡിന്റെ അരിക്ക് എങ്ങനെയാ? ആ, കിച്ചണുണ്ട്, കുക്ക് ചെയ്യാം. പിന്നെ ആ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും ഇവിടെ വരത്തില്ല. അപ്പൊ ഇത് കൊച്ചിയല്ലേ? കൊച്ചി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാവരും കൊച്ചിക്കാരെന്നാ പറയാ. അപ്പൊ ഇനി പറഞ്ഞു വരുമ്പോ പറയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പറയാത്തതായിട്ട് ഈ വീട്ടിൽ നോൺ വെജ് കയറ്റാൻ പറ്റത്തില്ല. നീ എന്താടി എന്നെ എന്റെ കാലത്തോളത്തിലോട്ടാണോ പറഞ്ഞു വിട്ടത്? എന്താടി, എന്താ കാര്യം? ഇതിന്റെ ഓണർ ഉണ്ടല്ലോ, ആ മൊത്തം മോടയാണ്. ഏയ്, എനിക്ക് സംസാരിച്ചപ്പോ അങ്ങനൊന്നും തോന്നിയില്ലല്ലോ. എനിക്കൊരു സ്വീറ്റ് ഗായ് ആയിട്ടാ തോന്നിയേ. നീ എന്താടി അവനെ നക്കി നോക്കി സ്വീറ്റ് ആണെന്നറിയാൻ? എടി, ഒരാളെ മനസ്സിലാക്കാന്ന് പറയുന്നത് ഒരാനയെ മെരുക്കുന്നത് പോലാ. ദേ 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 മോട്ടിവേഷൻ വിളമ്പാനാണെങ്കിൽ എന്റെ വാലിരിക്കുന്ന കേക്കോ നീ? അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാം. നീ അയാളെ എന്തെങ്കിലും പറഞ്ഞ് പ്രവോക്ക് ചെയ്തിട്ടുണ്ടാവും. അയാൾ തിരിച്ചും പറഞ്ഞു കാണും. ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേടി നീ അങ്ങോട്ട് പോയത്? നീ ഒന്ന് കൂളാവാ ആദ്യം. പറ്റണ്ടേ, എന്റെ മൈൻഡ് ഇപ്പൊ എന്റെ കയ്യിലല്ല. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുവാ ഞാൻ. മനസ്സിലായി. നീ നിന്റെ മൈൻഡ് ഒന്ന് എൻഗേജ്ഡ് ആക്കി വെക്കാൻ നോക്ക്. അപ്പൊ തന്നെ നിന്റെ പകുതി പ്രശ്നവും തീരും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ഇല്ലേ, അതിലാരുടെയെങ്കിലൊക്കെ സംസാരിച്ചിരിക്കുക. മൈൻഡ് എൻഗേജ്ഡ് ആയി തന്നെ നിന്റെ ദേഷ്യം എല്ലാം അങ്ങ് മാറും.